ലൈംഗിക ആരോപണത്തിൽ മാധ്യമങ്ങളെ പഴിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. മാധ്യമങ്ങളുടെ ലക്ഷ്യം താൻ മാത്രമല്ല, താൻ ഒരു കണ്ണി മാത്രമെന്നും ഷാഫി, ബൽറാം, സിദ്ദിഖ്, ഫിറോസ്, ജബി മേത്തർ എന്നിവർക്കെതിരെ ആക്രമണം നടത്തുന്നുവെന്നും രാഹുലിന്റെ വാട്സ്ആപ്പ് സന്ദേശം. കോൺഗ്രസിന്റെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടത് ചിലരുടെ ആവശ്യമാണ്. പരാതികൾ ഉയർന്നു വന്നതിന് പിന്നാലെ നിശബ്ദനായ രാഹുൽ മിഷൻ 2026 എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് മാധ്യമങ്ങളെ പഴിച്ച് രംഗത്ത് വന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, മാധ്യമങ്ങളെ പഴിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. എന്താണ് രാഹുലിന്റെ സന്ദേശത്തിന്റെ ഉള്ളടക്കം? അനീഷ, നിരവധി ആരോപണങ്ങളാണ്, ലൈംഗിക ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ ഉയർന്നു വന്നത്. എന്നാൽ ഇതിനൊന്നും കൃത്യമായ മറുപടി ഇതുവരെയും, അതായത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നൽകിയിട്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഒരു കാര്യങ്ങളും, അതായത് യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും കൃത്യമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരം 5 മണിയോടടുത്ത സമയത്താണ് മിഷൻ 2026 എന്ന പേരിൽ രാഹുലിന് ഏറ്റവും അടുത്ത ആളുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലും വിമർശനം ഉയർന്നിരുന്നു. രാഹുൽ ഈ നിശബ്ദത വെടിയണം, കൃത്യമായ മറുപടികൾ, കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടന്നതിന് പിന്നാലെയാണ് രാഹുൽ ഇത്തരത്തിൽ ഒരു സന്ദേശം ആ ഗ്രൂപ്പിൽ അയച്ചിരിക്കുന്നത്. ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇതാണ്: മുഴുവൻ പഴിയും, അതായത് തനിക്കെതിരെ ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങളുടെയും ആസൂത്രണം നടത്തുന്നത് മാധ്യമങ്ങൾ എന്നുള്ള പേരിൽ എല്ലാ പഴിയും മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ആ വാട്സപ്പ് സന്ദേശം ആരംഭിക്കുന്നത് തന്നെ. ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം ഞാനല്ല, ഞാൻ ഒരു കണ്ണി മാത്രമാണ്. ഈ ദിവസങ്ങളിൽ തന്നെ യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് UDF-നുമായി ചേർന്ന് നിൽക്കുന്ന യുവ നേതാക്കൾ, അതായത് ഷാഫി പറമ്പിൽ, BT ബൽറാം, PK ഫിറോസ്, സിദ്ദിഖ്, ജബി മേത്തർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നു വരുന്നത്. ഇതെല്ലാം ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് മുതിർന്ന നേതാക്കൾ തമ്മിൽ ആ ഒരു അടിയുണ്ടാകേണ്ടതും, ഒപ്പം തന്നെ യുവ നേതാക്കളും മാത്രമല്ല സൈബർ പോരാളികളും അവിടെ വീഴേണ്ടതും, ആ ദുർബലപ്പെടേണ്ടതും, തമ്മിൽ തല്ലുണ്ടാക്കേണ്ടതും ഈ മാധ്യമങ്ങളുടെ ആവശ്യം, അതായത് മാധ്യമങ്ങൾ എന്തോ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മാധ്യമ സൃഷ്ടി എന്നുള്ള രീതിയിലാണ് രാഹുൽ ഇക്കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നേതാക്കൾ തൊട്ട് അണികൾ വരെയുള്ളവർ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്ദേശം അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഉയർന്ന ഒരു ആരോപണങ്ങൾക്കും, ഏതായാലും തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പഴി മുഴുവൻ മാധ്യമങ്ങൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. വിവരങ്ങൾ നൽകിയത് ലിജോ ആണ്.